പ്രിയമുള്ളവരെ, രാവിലെ തന്നെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത കാണാനിട വന്നു. നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. സംഭവം ഇതാണ്. അതായത് പാലക്കാട് പല്ലൻ ചാത്തന്നൂരിലെ 14-കാരൻ്റെ ആത്മഹത്യയിൽ സ്കൂളിൽ പ്രതിഷേധവുമായി സഹപാഠികൾ. വാർത്തയിലേക്ക്. അവസാനമായിട്ട് ഇങ്ങനെയാണ് ഭയങ്കര ക്രൂരമായിട്ടാണ് എല്ലാ സ്റ്റുഡൻസിന്റെ അടുത്തും പെരുമാറുന്നത്. അവൻ പറഞ്ഞ അവസാനമായിട്ട് എന്റെ മരണത്തിലെങ്കിലും ടീച്ചർ ഒന്ന് ഒഴിവായി പോവല്ലോ അല്ലെങ്കിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങള് തമാശ രീതിയിൽ എടുത്തില്ല. അത് ഞാൻ നിങ്ങൾ പറയുന്ന പ്രതീക്ഷിച്ചില്ല. കാര്യമായിട്ട് ഞങ്ങൾ എടുത്തില്ല. എന്താണ് നുണ പറയണത്, ഇങ്ങനെ ചുമ്മാ പറയണ വിചാരിച്ചു. ചിരിച്ച മുഖത്തോടെയാണ് അവൻ ഇങ്ങനെ ആശ്രയിച്ചത്. കാരണം ഞാനിത് ആയത് പറഞ്ഞപ്പോ എന്നെ ലാസ്റ്റ് പോകുമ്പോ എന്നെ കെട്ടിപ്പിടിച്ചിട്ടാ പോയത്. ഇത് ലാസ്റ്റ് ആണ് പോകുന്നത്. അത് അവൻ പറഞ്ഞിട്ടാണ് പോയത്. അവൻ അവിടെ ചെന്ന് നോക്കുമ്പോ യൂണിഫോം അടക്കം മാറ്റിയിട്ടില്ല. അവൻ യൂണിഫോമില് മറ്റേ പോക്കറ്റ് പേനുണ്ട്, അതടക്കം ഊരി വെച്ചിട്ടില്ല. കെവിൻ പറഞ്ഞിട്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ട് കാണും, നിങ്ങൾ കണ്ടു കാണും. എന്തു തന്നെയാണെങ്കിലും കൊള്ളാം, ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ വീട്ടുകാർക്കുണ്ടായ നഷ്ടം ആർക്കും നികത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത്, അധ്യാപകരെ, ക്ലാസ്സിലെ കുട്ടികളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കാതിരിക്കുക. ഒരുപാട് കുസൃതിയുള്ള കുട്ടികളുണ്ടാവാം, പഠനത്തിൽ ഒരുപാട് തരത്തിലുള്ള പഠന വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ടാവാം. നിങ്ങൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക ഈ ചെറിയ മക്കളിൽ നിന്ന്. പോരായ്മയുള്ള കുട്ടികളെ അവരുടെ പേരൻസിനോട് ആ കുട്ടികളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ അവർക്ക് കൊടുക്കുക. വീട്ടിലുള്ള ആൾക്കാർ അറിയുന്നില്ല ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വന്നിരുന്ന് എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഓവർ ഡെഡിക്കേഷൻ കാണിച്ച് വായിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞു പോവാതെ അവരവരുടെ വീട്ടുകാരെ വിളിച്ചറിയിക്കുക. അപ്പോൾ വിളിച്ചറിയിക്കുമ്പോൾ പോലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, വീട്ടുകാരെ ഹേർട്ട് ചെയ്യാതെ വേണം. കാര്യം മാതാപിതാക്കൾ അറിയുന്നില്ല മക്കളുടെ കുസൃതികളും കാര്യങ്ങളും സ്കൂളിലെ രീതികളും ഒന്നും തന്നെ. അപ്പോൾ ഇച്ചിരി സഹതാപത്തോടുകൂടി തന്നെ ഈ കാര്യം ഹാൻഡിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. കുട്ടികളെ നേരെയാക്കി എടുക്കാനായിട്ട് കർക്കശമായ മാർഗങ്ങൾ, കർക്കശമായ സംസാര രീതികൾ ഉപയോഗിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഇതിപ്പോൾ ആ സ്കൂളിലെ കുട്ടികൾ മുഴുവനുണ്ടെന്ന് തോന്നുന്നു പ്രതിഷേധവുമായിട്ട്. ഇതിപ്പോൾ ഒരു പ്രത്യേക പാർട്ടിക്കാർ ഉന്തിത്തള്ളി അതുങ്ങളെ വിളിച്ചിറക്കിയതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കമൻറ്റ് സെക്ഷനിൽ അങ്ങനെ കാണുന്നു, ഭാവിയിലെ സഖാക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്നു. അത് അങ്ങനെ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം ആ ടീച്ചറിൻ്റെ ഭാഗത്തുനിന്ന് എന്തോ കാര്യമായ ഒരു പിഴവുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾ ഒന്നിച്ചിറങ്ങില്ല, അത് നമുക്ക് സ്പഷ്ടമാണ്.